എല്ലാവർക്കും സ്വാഗതം. +1 കെമിസ്ട്രിയിലെ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ അവസാനത്തെ ക്ലാസ്സാണിത്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഒന്നാമത് നമ്മൾ സംസാരിച്ചത്, അതായത് ഒന്നാമത്തെ ക്ലാസ്സിൽ സംസാരിച്ചത് കെമിസ്ട്രിയുടെ ചില ഫണ്ടമെന്റൽ ലോസിനെ പറ്റിയാണ്. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്നറിയപ്പെടുന്ന ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനും ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനും ഒക്കെ പറഞ്ഞു. അതിനുശേഷം അവഗാഡ്രോസ് ലോ, ഡാൾട്ടൺസ് അറ്റോമിക് തിയറി പോലുള്ള കൺസെപ്റ്റുകൾ മനസ്സിലാക്കി. പിന്നെ അതിനുശേഷം നമ്മൾ മോൾ എന്ന കൺസെപ്റ്റിലേക്ക് വന്നു. നമുക്കറിയാം, ലോകത്തിലുള്ള ഏത് സാധനമായാലും ശരി അതിനെ മോൾ എന്നൊരു വാക്ക് ഉപയോഗിച്ച് നമുക്ക് പറയാൻ കഴിയും. പിന്നെ അതിനുശേഷം നമ്മൾ GAM മനസ്സിലാക്കി, GMM മനസ്സിലാക്കി, പിന്നെ അതുപോലെ തന്നെ STPയിലെ വോളിയം മനസ്സിലാക്കി. ഇതെല്ലാം തന്നെ മോൾ എന്ന കൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കി. പിന്നെ അതിനുശേഷം നമ്മൾ എംപിരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല കാൽക്കുലേഷൻ മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മൊളാലിറ്റി പോലുള്ള ടേമുകൾ മനസ്സിലാക്കി. പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്നറിയപ്പെടുന്ന ചില കാര്യങ്ങൾ അറിയാം. പിന്നെ അതുപോലെ തന്നെ സ്റ്റോക്കിയോമെട്രിക് കാൽക്കുലേഷൻ എന്നറിയപ്പെടുന്ന ചില കാര്യങ്ങളും ലിമിറ്റിംഗ് റിയേജന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും മനസ്സിലാക്കി. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ക്രമം എന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്രമമല്ല, പകരം പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു ക്രമമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി അവശേഷിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ തന്നെ ആദ്യ ഭാഗങ്ങളിൽ വരുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ അതായത് കുറച്ച് ലൈറ്റ് ആയിരിക്കുന്ന, കുറച്ച് സിമ്പിൾ ആയിരിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അതില് ഒരു കാര്യം, നമ്മളിപ്പോ ക്ലോറിൻ എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് C ക്യാപിറ്റലും L സ്മോളും എഴുതി ശീലിക്കണം. ഓക്കെ, ഒരു എലമെന്റിന്റെ സിമ്പിൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആണ്, രണ്ടാമത്തെ അക്ഷരം സ്മോൾ ലെറ്റർ ആണ്. ഇനി കൊബാൾട്ട് എഴുതുമ്പോൾ C ക്യാപിറ്റൽ O സ്മോൾ, കൊബാൾട്ട് ആയി. C ക്യാപിറ്റൽ ലെറ്ററും O ക്യാപിറ്റൽ ലെറ്ററും എഴുതിയാൽ അത് കാർബൺ മോണോക്സൈഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന വ്യത്യാസം നിങ്ങൾ ഓർമ്മിച്ചു വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ സിമ്പിൾസ് എഴുതുന്ന സമയത്ത് നിങ്ങൾ വ്യക്തമായി തന്നെ എഴുതണം. അതിന് സ്റ്റൈൽ ആൻഡ് ഇംഗ്ലീഷ് ഉപയോഗിക്കാതെ സാധാരണ രീതിയിൽ തന്നെ അത് എഴുതി ശീലിക്കണം. അതുപോലെ തന്നെ ആൻസറുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ നിങ്ങൾ പലപ്പോഴും കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ 2 into 6.022 into 10⁻23 എന്ന് മാത്രം എഴുതി വെക്കാറുണ്ട്. അപ്പൊ അത് തിയറട്ടിക്കലി ശരിയാണെങ്കിലും നമ്മുടെ ചാപ്റ്ററിന്റെ പേര് സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ നമുക്ക് വലുതായി അല്ലെങ്കിൽ മുകളിലോട്ട് പോകേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാം, അത് 12.044 into 10⁻23 എന്ന് എഴുതാം. പക്ഷെ അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് 1 ഡിജിറ്റ്, അതായത് പോയിന്റിന് ശേഷം 1 ഡിജിറ്റ് വരുന്ന രീതിയിൽ മാത്രം, അല്ലെങ്കിൽ 1 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിന്റ് വരുന്ന രീതിയിലാണ് എഴുതേണ്ടത്. 1 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിന്റ് വരുന്ന രീതിയിൽ എഴുതുക എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് 244 into 10⁻24 എന്നാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ എഴുതിയാൽ ശരിയാണെന്ന് ചോദിച്ചാൽ ശരിയാണ്, ഇങ്ങനെ എഴുതിയാലും ശരി തന്നെ. പക്ഷെ എന്നാലും ശരി, നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകണം. അപ്പൊ അതുകൊണ്ട് തന്നെ ആൻസർ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പരമാവധി ഇങ്ങനെ ശരിക്കുക, 1 ഡിജിറ്റ് കഴിഞ്ഞ് പോയിന്റ് ഇടുന്ന രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിന് തന്നെ ഒരുപാട് എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ തന്നെ അവഗാഡ്രോ നമ്പർ റിപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 6.022 into 10⁻23 എന്നാണ്, അല്ലാതെ 60.22 ഗുണം 10⁻22 എന്നല്ല റിപ്പോർട്ട് ചെയ്ത് ശീലിക്കാറുള്ളത്. ഇതുപോലെ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ ഇപ്പൊ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഓർമ്മിക്കുക. നമ്മൾ ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി ആണ് പഠിക്കുന്നത് കൊണ്ട് സിംബലുകൾ എഴുതുമ്പോൾ പരമാവധി ശ്രദ്ധിക്കുക. അതിൽ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ, രണ്ടാമത്തെ അക്ഷരം സ്മോൾ ലെറ്റർ, അങ്ങനെ തന്നെ എഴുതി ശീലിക്കുക. പിന്നെ അതുപോലെ തന്നെ ആൻസറുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, പോയിന്റിന് ശേഷം 1 ഡിജിറ്റിന് ശേഷം പോയിന്റ് വരുന്ന രീതിയിൽ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ശീലിക്കുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് 1-2 ചെറിയ കാര്യങ്ങളോട് ഓർമ്മിക്കാം. അതായത് അതില് ഇപ്പൊ 2 സംഖ്യകൾ കൂട്ടുന്ന സമയത്ത് അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യും എന്ന് ചോദിച്ചാൽ, ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 12.11 18.0
1.012 ഇത്രയും നമ്പേഴ്സ് നമ്മൾ കൂട്ടുകയാണ്. കൂട്ടുന്ന സമയത്ത് 31.122 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്? ഒരു ആൻസർ റിപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? 31.122 എന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യണോ? 31.122 എന്ന് റിപ്പോർട്ട് ചെയ്യണോ? അതോ 31.12 എന്ന് റിപ്പോർട്ട് ചെയ്യണോ? അതോ 31.1 എന്ന് റിപ്പോർട്ട് ചെയ്യണോ? അതോ 31 എന്ന് റിപ്പോർട്ട് ചെയ്താൽ മതിയോ? ഓക്കെ, അപ്പൊ നമുക്ക് ഞാനിവിടെ 3 സംഖ്യകൾ കൂട്ടുന്ന സമയത്ത് ആൻസറുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഒഫീഷ്യലായിട്ട് നമ്മൾ ഒരാൾക്ക് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏതാണ് ശരിയായ രീതി എന്ന് മനസ്സിലാക്കിയിരിക്കണം. അത് അഡിഷനും ബാധകമാണ്, സബ്ട്രാക്ഷനും ബാധകമാണ്. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ the result cannot have more digit to the right of the decimal point. ഓക്കെ, എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് ഇവിടെ നോക്കാം, ഡെസിമൽ പോയിന്റിന് ശേഷം ഇവിടെ 2 ഡിജിറ്റുകളുണ്ട്. ഓക്കെ, ഇവിടെ ഡെസിമൽ പോയിന്റിന് ശേഷം 1 ഡിജിറ്റേ ഉള്ളൂ. ഇവിടെ ഡെസിമൽ പോയിന്റിന് ശേഷം 3 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പൊ എങ്കിൽ എങ്ങനെയാണ് റിസൾട്ട് ഒരു ഒഫീഷ്യലായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ result cannot have more digit to the right of the decimal point. അതായത് ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ പോയിന്റിന് ശേഷം ഏറ്റവും കുറഞ്ഞ ഡിജിറ്റൽ നമ്പർ വരത്തക്ക രീതിയിലാണ് അത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. പോയിന്റിന് ശേഷം ഏറ്റവും കുറഞ്ഞ ഡിജിറ്റൽ നമ്പർ വരത്തക്ക രീതിയിൽ ഡിജിറ്റുകൾ വരുന്ന രീതിയിൽ റെപ്രസെന്റ് ചെയ്യുക. ഇവിടെ പോയിന്റിന് ശേഷം 3 ഡിജിറ്റുകൾ വരുന്നുണ്ട്. ഇവിടെ പോയിന്റിന് ശേഷം 1 ഡിജിറ്റ് വരുന്നുണ്ട്. ഇവിടെ പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് വരുന്നുണ്ട്. നമ്മുടെ നിയമം അനുസരിച്ച് പോയിന്റിന് ശേഷം ഏറ്റവും കുറഞ്ഞ ഡിജിറ്റ് വരുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യണം. ഇവിടെ പോയിന്റിന് ശേഷം 3 വന്നിട്ടുണ്ട്, അങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇവിടെ പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് വന്നിട്ടുണ്ട്, അങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇവിടെ പോയിന്റേ ഇല്ല, അങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇവിടെ പോയിന്റിന് ശേഷം 1 ഡിജിറ്റ് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആൻസർ റിപ്പോർട്ട് ചെയ്യേണ്ടത് 31.1 എന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത്, എലമെന്റുകൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്ററും രണ്ടാമത്തെ അക്ഷരം സ്മോൾ ലെറ്ററുമായിട്ട് റെപ്രസെന്റ് ചെയ്യുക. ഇനി നമ്മൾ ആൻസറുകൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് പറഞ്ഞു വരുന്നത്. അതിൽ 1 ഡിജിറ്റ് എഴുതി പോയിന്റ് ഇടുന്ന രീതിയിൽ വേണം ആൻസറുകൾ റിപ്പോർട്ട് ചെയ്ത് ശീലിക്കേണ്ടത്. പിന്നെ ഇപ്പം പറഞ്ഞത് 2 സംഖ്യകൾ കൂട്ടുന്ന സമയത്ത് എങ്ങനെ, അല്ലെങ്കിൽ കുറയ്ക്കുന്ന സമയത്ത്, അഡിഷനും സബ്ട്രാക്ഷനും ചെയ്യുന്ന സമയത്ത് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്ന് ചോദിച്ചാൽ പോയിന്റിന് ശേഷം ഏറ്റവും കുറഞ്ഞ നമ്പർ വരത്തക്ക രീതിയിൽ, അതായത് ഈ ഡിജിറ്റുകളിൽ വെച്ച് പോയിന്റിന് ശേഷം ഏറ്റവും കുറഞ്ഞ നമ്പർ വരത്തക്ക രീതിയിൽ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും. ഞാനിവിടെ 2 സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ആൻസർ ഇങ്ങനെ എഴുതണം. ഇനി ആൻസർ റിപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? 3.125 എന്ന രീതിയിലാണോ, അതോ 3.12 എന്ന രീതിയിലാണോ, അതോ 3.1 എന്ന രീതിയിലാണോ, അതോ 3 എന്ന രീതിയിലാണോ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ എങ്കിൽ അവിടുത്തെ നിയമം വ്യത്യസ്തമാണ്. ഇവിടെ നമ്മൾ പോയിന്റിന് ശേഷമുള്ള ഡിജിറ്റുകളുടെ കാര്യം പറഞ്ഞെങ്കിൽ അവിടെ പറയുന്നത് മിനിമം സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വരത്തക്ക രീതിയിൽ, എന്ന് വെച്ചാൽ ഈ 2 സംഖ്യകളിൽ വെച്ച് ഈ 2 സംഖ്യകളുടെയും സിഗ്നിഫിക്കന്റ് ഫിഗറുകളുടെ എണ്ണം പരിശോധിക്കുക. എന്നിട്ട് അതിൽ തന്നെ കുറഞ്ഞ സിഗ്നിഫിക്കന്റ് ഫിഗർ എത്രയുണ്ടോ അത്രയും വരത്തക്ക രീതിയിൽ വേണം റിപ്പോർട്ട് ചെയ്യേണ്ടത്. അല്ലാതെ വേറെ ഏറ്റവും മിനിമം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ സംഖ്യകളിൽ വെച്ച് മിനിമം സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വരുന്ന രീതിയിൽ വേണം റിപ്പോർട്ട് ചെയ്യാൻ. സോ നമുക്ക് പരിശോധിക്കാം. ഇവിടെയാണെങ്കിൽ ഈ സംഖ്യയിൽ 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്, ഈ സംഖ്യയിൽ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. സോ നമുക്ക് ആൻസറുകൾ പരിശോധിക്കാം. ഇതിൽ ടോട്ടലി 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്, ഇത് ടോട്ടലി 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്, ഇത് ടോട്ടലി 2 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. ഇത് ഒന്നേ ഉള്ളൂ, പക്ഷെ എന്നാൽ പോലും ഈ പറഞ്ഞിരിക്കുന്ന 2-ലും 3-ലും ഉൾപ്പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് കൗണ്ട് ചെയ്യുന്നത് ഇല്ല. അപ്പൊ നമ്മുടെ ചോയ്സ്, അതായത് അത് 4 സിഗ്നിഫിക്കന്റ് ഫിഗർ വരുന്ന രീതിയിലാണോ, അതോ 3 സിഗ്നിഫിക്കന്റ് ഫിഗർ വരുന്ന രീതിയിലാണോ, അതോ 2 സിഗ്നിഫിക്കന്റ് ഫിഗർ വരുന്നതാണോ എന്ന് ചോദിച്ചാൽ ഇവിടെ നോക്കാം. ഇവിടുത്തെ 2 സംഖ്യകളിൽ ഇവിടെ 3 സിഗ്നിഫിക്കന്റ് ഫിഗർ വന്നിട്ടുണ്ട്, ഇവിടെ 2 വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 2 സിഗ്നിഫിക്കന്റ് വരുന്ന രീതിയിൽ വേണം റെപ്രസെന്റ് ചെയ്യേണ്ടത്. സോ ഇതാണ് ശരിയായ രീതി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞ 4 കാര്യങ്ങൾ. അപ്പൊ ഇന്ന് പറഞ്ഞ ഒന്നാമത്തെ കാര്യം സിമ്പിൾസ് എഴുതുമ്പോൾ ഇനി വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഇനി അടുത്ത ആൻസറുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് 1 ഡിജിറ്റിന് ശേഷം പോയിന്റ് വരത്തക്ക രീതിയിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അഡിഷനും സബ്ട്രാക്ഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട നിയമം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഡെസിമൽ പോയിന്റിന് ശേഷം ഏറ്റവും കുറഞ്ഞ സംഖ്യ വരുന്നത് ഏതാണോ അതനുസരിച്ച് എഴുതണമെന്ന് പറഞ്ഞു. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷന്റെ റൂൾ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ
തന്നിരിക്കുന്ന നമ്പേഴ്സിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകളുടെ എണ്ണം വരത്തക്ക രീതിയിൽ വേണം ആൻസർ റിപ്പോർട്ട് ചെയ്യാൻ. ഓക്കെ, അത്രയും കാര്യം നമുക്ക് മനസ്സിലായി. ഇനി അടുത്തൊരു ജോലി, നമ്മൾ പലപ്പോഴും സംഖ്യകളെ റൗണ്ട് ഓഫ് ചെയ്ത് എഴുതാറുണ്ട്. അപ്പൊ എങ്കിൽ 1.38 എങ്ങനെ റൗണ്ട് ചെയ്യാം, 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരുന്ന രീതിയിൽ എങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യാം എന്ന് ചോദിച്ചാൽ, 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരുന്ന രീതിയിൽ എങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യാം എന്ന് ചോദിച്ചാൽ, അത് 1.3, അടുത്ത സംഖ്യ ഇത് 8 എന്ന് എഴുതുമോ അതോ 9 എന്ന് എഴുതുമോ? നമുക്ക് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ വരാൻ പാടുള്ളൂ. 1, 2, 3 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 1.38 എന്ന് എഴുതുമോ 1.39 എഴുതുമോ എന്ന് ചോദിച്ചാൽ, നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, തൊട്ടടുത്ത് കാണുന്ന സംഖ്യ 5നേക്കാളും കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് ഇങ്ങോട്ട് കൂട്ടി എഴുതും, 39. ശരി, ഓക്കെ. ഇനി ഈ സംഖ്യ 4.334, 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ വരാൻ പാടുള്ളൂ. 1, 2, 3. അത് 4.33 എന്ന് എഴുതുമോ 4.34 എന്ന് എഴുതുമോ എന്ന് ചോദിച്ചാൽ, ഇതിന് ശേഷം വരുന്ന സംഖ്യ 4 ആണ്, 5നേക്കാൾ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 4.33 എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇനി ഇവിടെ ഞാൻ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ റെപ്രസെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് 6.3 എന്ന് എഴുതുമോ അതോ 6.4 എന്ന് എഴുതുമോ? അതുപോലെ തന്നെ അടുത്തതും 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ്. അത് ഇതുപോലെ തന്നെ 6.2 എന്ന് എഴുതുമോ 6.3 എന്ന് എഴുതുമോ? അപ്പൊ അവിടുത്തെ പുതിയ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ 5 ആണ് വന്നിരിക്കുന്നത്. 5നേക്കാൾ കൂടുതലുണ്ടെങ്കിൽ ഒന്നിങ്ങോട്ട് കൂട്ടി എഴുതാം, 5നേക്കാൾ കുറവാണെങ്കിൽ വ്യത്യാസമില്ലാതെ എഴുതാം. പക്ഷെ 5 വന്നാൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, അപ്പൊ അവിടെ നോക്കേണ്ടത് ഈ 5ന് മുമ്പുള്ള സംഖ്യയാണ്. 5ന് മുമ്പുള്ള സംഖ്യ ഓടാണെങ്കിൽ ഒന്ന് കൂട്ടി വേണം എഴുതേണ്ടത്. 5ന് മുമ്പെയുള്ള സംഖ്യ ഓടാണെങ്കിൽ ഒന്ന് കൂട്ടി എഴുതണം. സോ അതുകൊണ്ട് തന്നെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരുന്ന രീതിയിൽ എഴുതാൻ പറഞ്ഞാൽ ഇത് 6.4 എന്ന് വേണം എഴുതാൻ. കാരണം 5ന് മുന്നേ ഉള്ള ഈ സംഖ്യ 3 ആണ്, 3 ഓടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൂട്ടി എഴുതണം. ഇനി അതേസമയം ഇവിടെ ആണെങ്കിൽ 5ന് മുമ്പേ ഉള്ള ആ സംഖ്യ ഈവൻ ആണ്, ഈവനെങ്കിൽ വ്യത്യാസമില്ല, 6.2 ആയിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നിസ്സാരം തോന്നുമെങ്കിലും ഇതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അവിടെ 5 വന്നാൽ നമുക്കറിയാം, 5നേക്കാൾ കൂടുതൽ വന്നാൽ ഒന്ന് കൂട്ടി എഴുതണം, 5നേക്കാൾ കുറവ് വന്നാൽ വ്യത്യാസമില്ലാതെ എഴുതണം. ഇനി 5 വന്നാൽ 2 രീതികളുണ്ട്. നിങ്ങൾ തൊട്ട് മുമ്പത്തെ നമ്പറുകൾ നോക്കുക. തൊട്ട് മുമ്പത്തെ നമ്പർ ഓടാണെങ്കിൽ ഒന്ന് കൂട്ടി വേണം അത് എഴുതേണ്ടത്, ഈവൻ ആണെങ്കിൽ വ്യത്യാസമില്ലാത്ത രീതിയിൽ വേണം എഴുതേണ്ടതെന്ന് കൂടെ ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരാവാനും അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഇതൊക്കെ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിക്കുക. എലമെന്റുകൾ റെപ്രസെന്റ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. പിന്നെ പറഞ്ഞത് റിപ്പോർട്ട് ആൻസറുകൾ ഒഫീഷ്യലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന രീതി ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ അഡിഷനും സബ്ട്രാക്ഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു നിയമം, പിന്നെ അതുപോലെ തന്നെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ബന്ധപ്പെട്ട സിഗ്നിഫിക്കൻറ്റ് ഫിഗറുമായിട്ട് കണക്ട് ചെയ്ത മറ്റൊരു നിയമം. പിന്നെ അടുത്ത് പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് അതിൽ പോലും ശ്രദ്ധിക്കാറുണ്ട്. റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് 5 വന്നാൽ 2 സാധ്യതകളുണ്ട്. തൊട്ട് മുന്നത്തെ നമ്പർ നോക്കി വേണം അത് റൗണ്ട് ഓഫ് ചെയ്യാമെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മാറ്ററിനെ പറ്റിയാണ്. അപ്പൊ ഇതെല്ലാം ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് തന്നെ, എന്നാലും ഒന്നുകൂടെ ഓർമ്മിക്കാം. മാറ്റർ നമുക്ക് തൽക്കാലം 2ആയി ക്ലാസിഫൈ ചെയ്യാം. ഇവിടെ മിക്സർ എന്നും പ്യുവർ സബ്സ്റ്റൻസ് എന്നും ക്ലാസിഫൈ ചെയ്യാം. അതിൽ മിക്സറിന്റെ പ്രത്യേകത ഷുഗർ സൊല്യൂഷൻ പോലുള്ള അല്ലെങ്കിൽ എയർ പോലുള്ള ആൾക്കാരുടെ പ്രത്യേകത അതിന് യൂണിഫോം കമ്പോസിഷൻ ആണ്, എല്ലാം ഒരുപോലെയാണ്. അപ്പൊ എങ്കിൽ അങ്ങനെയുള്ള മിക്സറിനെ നമ്മൾ ഹോമോജീനിയസ് മിക്സർ എന്ന് പറയാം. കംപ്ലീറ്റ്ലി മിസ്സിബിൾ ആയിരിക്കുന്ന, സോല്യൂബിൾ ആയിരിക്കുന്ന ആൾക്കാർ. ഇനി അതേസമയം സാൾട്ട് ഷുഗർ പോലുള്ള മിക്സറിന്റെ പ്രത്യേകത അത് ഹെറ്ററോജീനിയസ് മിക്സർ എന്ന് പറയാം. ഇനി പ്യുവർ സബ്സ്റ്റൻസിന്റെ പ്രത്യേകത, പ്യുവർ സബ്സ്റ്റൻസ് 2 തരത്തിലുണ്ട്, എലമെന്റും കോമ്പൗണ്ടുകളും ഉണ്ട്. എലമെന്റിന് കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, സൾഫർ പോലുള്ള എക്സാമ്പിൾ നമുക്ക് ഉപയോഗിക്കാം. കോമ്പൗണ്ടുകൾക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് പോലുള്ള കാര്യങ്ങൾ പറയാം. ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെ, എന്നാലും ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ മിക്സറിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഫിൽട്രേഷനും ക്രിസ്റ്റലൈസേഷനും ഡിസ്റ്റിലേഷൻ പോലുള്ള ടെക്നിക്ക് ഉപയോഗിച്ച് മിക്സറുകളെ സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു കാര്യം പറയേണ്ടത് ഇപ്പോൾ പ്രിസിഷനും ആക്യുറസിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമുക്കൊരു പ്രോബ്ലത്തിന്റെ ആൻസർ നമുക്ക് ശരിക്കും ഇപ്പോൾ 15.2 ആണെന്ന് വെച്ചോ. എങ്കിൽ എ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റിന്
കിട്ടുന്ന ആൻസറുകൾ 15.1, 15.3, 15.3 എന്നൊക്കെ രീതിയിലാണ് കിട്ടുന്നതെന്ന് വെച്ചോ. വേറൊരു സ്റ്റുഡന്റിന്റെ പ്രത്യേകത, ബി എന്ന് പേരിട്ടിരിക്കുന്ന സ്റ്റുഡന്റിന്റെ പ്രത്യേകത, അയാളുടെ വാല്യൂ കിട്ടുന്നത് 16.5 ഒക്കെ ആണെന്ന് വെച്ചു. ഓക്കെ, അപ്പൊ എങ്കിൽ യഥാർത്ഥ ആൻസർ, ആക്യുറേറ്റ് ആൻസർ ഇതിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ ആക്യുറേറ്റ് ആൻസർ രണ്ടുപേരും കിട്ടിയിട്ടില്ല, ശരിയാണ്. ആക്യുറേറ്റ് ആൻസർ നമുക്കറിയാം അത് 15.2 ആണ്. പക്ഷെ ആക്യുറേറ്റ് ആൻസറായിട്ട് ഏകദേശം അടുത്തുള്ള വാല്യൂസ് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ എങ്കിൽ ആക്യുറേറ്റ് വാല്യൂ അല്ലെങ്കിൽ പോലും ആക്യുറേറ്റ് വാല്യൂവിന്റെ അടുത്തുള്ള ആൻസറുകൾ റിപ്പീറ്റ് ചെയ്ത് കിട്ടുക എങ്കിൽ അയാൾക്ക് നമുക്ക് പ്രിസിഷൻ ഉണ്ടെന്ന് പറയാറുണ്ട്. ഓക്കെ, ഇനി പ്രിസിഷൻ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ആക്യുറേറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. കാരണം 3 പ്രാവശ്യം ചെയ്ത് നോക്കിയപ്പോഴും കിട്ടിയത് ഇങ്ങനത്തെ വാല്യൂസ് ആണ് കിട്ടിയത്. പക്ഷെ അത് ആക്യുറേറ്റ് അല്ല, ആക്യുറേറ്റ് 15.2 ആണ്. പക്ഷെ ആക്യുറേറ്റ് ബന്ധപ്പെട്ടാൽ വളരെ അടുത്തുള്ള വാല്യൂസ് റിപ്പീറ്റ് ചെയ്ത് കിട്ടിയാൽ നമ്മൾ പറയാറുണ്ട് അതിന് പ്രിസിഷൻ ഉണ്ടെന്ന് പറയാറുണ്ട്. ഇനി അതേസമയം ഈ ബി എന്ന സ്റ്റുഡന്റിന്റെ പ്രത്യേകത അത് പ്രിസിഷനും അല്ല ആക്യുറേറ്റും അല്ല, അല്ലെ? അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ആ പ്രിസിഷനും ആക്യുറസിയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഓർമ്മിക്കുക. ആക്യുറേറ്റ് വാല്യൂ അടുത്തുള്ള വാല്യൂസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ അതിന് പ്രിസിഷൻ എന്നാണ് അറിയപ്പെടുന്നതെന്ന് ഓർമ്മിച്ചോണം. ഓക്കെ, പ്രിസിഷൻ ആക്യുറസി തമ്മിൽ ബന്ധമുണ്ട് സംബന്ധിച്ചു, പക്ഷെ പ്രിസൈസ്ഡ് ആയതുകൊണ്ട് അത് ആക്യുറേറ്റ് ആവണം നിർബന്ധമില്ല എന്ന് കൂടെ ഓർമ്മിച്ചോണം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. അപ്പൊ ഇന്ന് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞത് സിംബലുകൾ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം, പിന്നെ അതുപോലെ തന്നെ അഡീഷനും മൾട്ടിപ്ലിക്കേഷൻ ശ്രദ്ധിക്കുക, റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അഡീഷനും സബ്ട്രാക്ഷനും ഒരു നിയമം, അതുപോലെ തന്നെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒരു നിയമം, റൗണ്ട് ഓഫ് ചെയ്യുന്നത് വരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഇതാ മാറ്ററിന്റെ ക്ലാസിഫിക്കേഷനും ഹോമോജീനിയസും ഹെറ്ററോജീനിയസും ഒക്കെ സംസാരിച്ചു. പിന്നെ പ്രിസിഷനും ആക്യുറസിയും തമ്മിലുള്ള ബന്ധവും നമുക്ക് സംസാരിക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുള്ള മറ്റൊരു കാര്യം ഫിസിക്കൽ ക്വാണ്ടിറ്റിയും SI യൂണിറ്റും, അത് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. ഇപ്പൊ ലെങ്തിനെ സ്മോൾ L കൊണ്ട് മാത്രം റെപ്രസെന്റ് ചെയ്യാൻ പാടുള്ളൂ. മാസ് എഴുതുന്നതിന് പകരം സ്മോൾ m മാത്രമേ എഴുതാൻ പാടുള്ളൂ. ടൈം സൂചിപ്പിക്കാൻ വേണ്ടി സ്മോൾ t തന്നെ എഴുതണം. ഇലക്ട്രിക് കറണ്ട് കാണിക്കാൻ വേണ്ടി ക്യാപിറ്റൽ I തന്നെ കാണിക്കണം. ടെമ്പറേച്ചർ കാണിക്കാൻ വേണ്ടി അതിന് ക്യാപിറ്റൽ T കാണിക്കണം. എമൗണ്ട് കാണിക്കാൻ വേണ്ടി അതിന് സ്മോൾ n ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ലൂമിനസ് ഇന്റൻസിറ്റി കാണിക്കാൻ വേണ്ടി IV ആണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഇത് സ്റ്റാൻഡേർഡ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ സയന്റിഫിക് ആയിട്ട് കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യാവൂ. ടൈം എന്ന് കാണിക്കുന്നതിന് സ്മോൾ t തന്നെ എഴുതണം. ടെമ്പറേച്ചർ കാണിക്കാൻ വേണ്ടി ക്യാപിറ്റൽ T തന്നെ എഴുതണം. ഇനി അതിന്റെ SI യൂണിറ്റുകൾ, സിസ്റ്റം ഇന്റർനാഷണൽ പറഞ്ഞിരിക്കുന്ന യൂണിറ്റുകൾ നോക്കിയാൽ ലെങ്തിന് പകരം സ്മോൾ m തന്നെ യൂണിറ്റ് ആയിട്ട് പറയണം. മീറ്റർ ആണ്. മാസിന് കിലോഗ്രാം എന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്മോൾ കെയും സ്മോൾ ജിയും ആണ് യൂണിറ്റ് ആയിട്ട് എഴുതുന്നത്. ക്യാപിറ്റൽ കെയും സ്മോൾ ജിയും അല്ല, സ്മോൾ കെയും സ്മോൾ ജിയും ആണ് അവിടെ എഴുതേണ്ടത്. ടൈമിന് പകരം സെക്കൻഡ് എന്ന് എഴുതാൻ പാടില്ല, സ്മോൾ s കൊടുത്തിട്ടാണ് ടൈമിന്റെ യൂണിറ്റ് പറയുന്നത്. ഇലക്ട്രിക് കറണ്ട് യൂണിറ്റ് എന്ന് വെച്ചാൽ ക്യാപിറ്റൽ A ആണ്, അത് ആംബിയർ ആണ്. അതേസമയം ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ക്യാപിറ്റൽ K, കെൽവിൻ എന്ന് അറിയപ്പെടണം. പിന്നെ അതുപോലെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണെങ്കിൽ അത് മോൾ എന്ന് എഴുതണം. നമ്മൾ നേരത്തെ അല്ല MOLE എന്ന് എഴുതിക്കൊണ്ടിരുന്നു, അത് ആ ക്വാണ്ടിറ്റി ആണ്. അതിന് യൂണിറ്റ് ആയിട്ട് എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതാൻ പാടുള്ളൂ? മോൾ, MOL എന്ന് മാത്രമേ എഴുതാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ 1 മോൾ എന്ന കൺസെപ്റ്റ് എഴുതുമ്പോഴത്തേക്ക് അത് MOLE തന്നെയാണ്. പക്ഷെ ഇവിടെ അത് യൂണിറ്റ് എന്ന രീതിയിൽ എഴുതുന്ന സമയത്ത് അത് MOL എന്നേ എഴുതാൻ പാടുള്ളൂ. സോ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് മോൾ ആണ്, MOL എന്ന് മാത്രമേ ഉള്ളൂ, MOLE എന്ന് അവിടെ ഇല്ല. ഇനി ലൂമിനസ് ഇന്റൻസിറ്റി കാണിക്കാൻ വേണ്ടി കാൻഡിലയാണ് സ്മോളും D സ്മോളും ഉപയോഗിച്ച് കാൻഡില നമുക്ക് റെപ്രസെന്റ് ചെയ്യാമെന്ന് ഓർത്തുകൊള്ളണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ചാപ്റ്റർ തൽക്കാലം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ പിന്നെ റെപ്രസെന്റേഷൻ, എലമെന്റ്സിന്റെ റെപ്രസെന്റേഷൻ, പിന്നെ അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് രീതികൾ, അഡിഷൻ മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, പിന്നെ അഡിഷൻ സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, റൗണ്ടിങ് ഓഫിന്റെ കാര്യങ്ങൾ, പിന്നെ ഹോമോജീനിയസ് മിക്സർ, ഹെറ്ററോജീനിയസ് മിക്സർ, അങ്ങനത്തെ വാക്കുകൾ, പിന്നെ പ്രിസിഷൻ, ആക്യുറസി, പിന്നെ അതുപോലെ തന്നെ യൂണിറ്റുകൾ, നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ് ഈ ചാപ്റ്റർ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നല്ലവണ്ണം ഈ പറഞ്ഞിരിക്കുന്ന പുസ്തകം നല്ലവണ്ണം വായിക്കുക. പിന്നെ അതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പുസ്തകം വായിക്കുമ്പോഴത്തേക്കും വരുന്ന സംശയങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് നിങ്ങൾ എന്നെ അത് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നല്ലവണ്ണം പഠിക്കുക. ബാക്കി നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം.